സൽമാത്ത, സൽമാത്ത, ആ എന്തേ ഇവിടെ ഒന്നല്ലേ? ഏതോ സ്വപ്നലോകത്താണല്ലോ. ഒന്ന് പോടി വേണേ അവിടുന്ന്. ഞാൻ ബീഫ് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല ഇളക്കിയായിരുന്നു. ഞാൻ കണ്ട് സ്വപ്നം കണ്ട് നിൽക്കുക. അതേ അടി പിടിച്ചിക്കണം നോക്കിക്കാളി. അല്ല, എന്നോടൊരു 3:30 നീറ്റ് വന്നാൽ മതി, ഇജ് പോയി കിടന്നോന്നും പറഞ്ഞയച്ചിട്ട് എന്നിട്ട് ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാ. ആ പത്തിരി ചുട്ടച്ച് ബീഫ് റെഡിയായി. പത്തിരി പരത്തേക്കലൊക്കെ നമ്മൾ ഉച്ചക്ക് മുന്നേ തീർത്തതുകൊണ്ടേ പണിയോളം എളുപ്പമായി. ഇനി വന്നു കഴിഞ്ഞാൽ കൊടുത്താൽ മതിയല്ലോ. ആ ചക്കയും കൊടുന്നച്ചാ. ഇനിയിപ്പൊ ചക്കയും മാങ്ങയും അങ്ങനെ എന്തൊക്കെ സൽക്കാരങ്ങൾ കാണേണ്ടി വരുവേ. ഒന്ന് പോടി പെണ്ണ അവിടുന്ന്. ചിന്നലെ തുടങ്ങിയതാണല്ലോ ഇന്നിട്ട് കോരാനായിട്ട്. ജാ ബീഫൊന്ന് നോക്കടി, എന്തെങ്കിലും കുറവുണ്ടോന്ന്. അതിപ്പോ എന്താ നോക്കാനുള്ളത്? സൽമാത്ത ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് കുറവൊന്നും ഉണ്ടാവൂല. വേണച്ചെന്നത്തെ ബീഫില് കാക്കാക്കുള്ള സ്നേഹം കുറച്ച് കൂടുതലുണ്ടാവും. ഈ പെണ്ണ് ബീഫ് അടിപൊളിയാട്ടോ സൽമാത്ത, ഒരു രക്ഷയില്ല. ഇങ്ങനെ ഓരോ വരവില് ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുത്ത് കാക്കാക്ക് ഇനി ഇവിടുന്ന് തിരിച്ചു പോവാൻ തോന്നൂലേ? അങ്ങനെ തിരിച്ചു പോവാത്തൊരു വരവിന് വേണ്ടിട്ടേ ഇനി എത്ര നാള് കാത്തിരിക്കണമെന്ന് പഠിച്ചവനക്ക് മാത്രമേ അറിയുള്ളൂ മോളെ. സൽമാത്താക്ക് കാക്ക നാട്ടിലായി കാണാന് അത്രക്ക് ആഗ്രഹം ഉണ്ടാ? അത് പിന്നെ ഇല്ലാണ്ടിരിക്കുമല്ലോ. അനക്കത് മനസ്സിലാവാത്തതേ, ഇജു ആദ്യം അധികം പിരിഞ്ഞിരുന്നിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ. ഇനിയിപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞാലും ഇജു അവൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകൂലേ? ആ ഒരു സമാധാനം എനിക്കുള്ളതുകൊണ്ടാ. ഇന്ത്യയും കാക്കാൻ്റെയും കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായിക്കണമെങ്കിലും ഒരുമിച്ച് ജീവിച്ചതിനേക്കാളും കൂടുതലേ അവിടെ ഇവിടെ ആയിട്ടാണ് ജീവിച്ച് തീർത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ആ ആള് നാട്ടിലായി കാണാൻ പൂതിയില്ലാണ്ടിരിക്കുമോ? ഞാൻ ചോദിച്ചത് സൽമാത്താക്ക് സങ്കടമായോ? ഇതിലൊക്കെ എന്ത് സങ്കടം പെണ്ണേ? ഇന്നെപ്പോലുള്ള ഓരോ പ്രവാസി ഭാര്യമാർക്കേ പുതിയാപ്പിളാര് കടൽ കടന്നിട്ട് ആ പോക്കണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വരവും വരെ ആകെയുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഫോണിൽ കൂടെ കാണലും കേൾക്കലും ചെയ്യണ കുറച്ച് നേരും ഓല് നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഓർത്ത് വെക്കാൻ തന്ന കുറച്ച് നല്ല നിമിഷങ്ങളും മാത്രമാണ്. ആ നല്ല നിമിഷങ്ങൾ ഓരോന്നേ ഓർത്ത് ഓരോ ദിവസവും എണ്ണി നീക്കണ സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. വരാനടുക്കും തോറും ഓരോ കാര്യങ്ങൾ ആലോചിച്ച് മറ്റാരും കാണാതെ ചിരിച്ചും ആരും അറിയാണ്ട് ഒരുങ്ങിയും ഒക്കെ ഓൽക്ക് വേണ്ടി കാത്തിരിക്കണ ആ വരവിൻ്റെ ദിവസം ഉണ്ടല്ലോ, അത് പ്രവാസി ഭാര്യമാർക്ക് മാത്രം അറിയാൻ പറ്റുന്ന ഒരു സന്തോഷം കൂടിയാണ്. അപ്പം ആ സന്തോഷമാണ് ഇന്ന് സൽമാത്താൻ്റെ മുഖത്തിൽ കാണുന്ന തെളിച്ചല്ലേ. സൽമാത്താനെ ഇങ്ങനെ സന്തോഷത്തോടെ കണ്ടിട്ടേ എത്ര ദിവസമായി എന്നറിയോ? സന്തോഷം തന്നെയാണ് പെണ്ണെ. പക്ഷേ ആ സന്തോഷം അനുഭവിച്ച് കൊതി തീരും മുന്നേ തിരിച്ചുപോക്കിൻ്റെ ഒരു ദിവസം വരാനുണ്ട്. ഓരോ ലീവിനും വന്ന് അത് കഴിയാറായി തുടങ്ങുമ്പോഴേ ഇനി 2 ദിവസം ഉള്ളൂ, ഇനി 3 ദിവസം ഉള്ളൂ, അങ്ങനെ വിചാരിക്കുമ്പോൾ ഉള്ളു നീർന്നൊരു നീറലുണ്ട്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. പോണ ദിവസം അടുത്ത് കഴിഞ്ഞാൽ പിന്നെ പരസ്പരമുള്ള സങ്കടം പറച്ചിലും കരച്ചിലും ഒക്കെ തന്നെ ആവും. പരസ്പരം സമാധാനിപ്പിച്ച് ചേർത്ത് പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ ആ ദിവസം അങ്ങ് കഴിഞ്ഞ്. അങ്ങനെ ഓരോരോ ദിവസങ്ങൾ തീർന്ന പ്രവാസിയോടെ ലീവാണ്ട് തീർന്നില്ലേ. കാണുന്നവർക്കിപ്പോൾ എന്താ, വന്നു കഴിഞ്ഞാൽ ആദ്യം അവരോട് ചോദിക്കാനുള്ളൊരു കാര്യം ഇനിയിപ്പോൾ എന്നാ തിരിച്ചു പോകണമെന്നായിരിക്കും. പക്ഷെ അത് കേൾക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ നെഞ്ഞു പെടുക്കുന്നത് ഓൽക്കും ഓരോ ഭാര്യമാർക്കും തന്നെയായിരിക്കും. മറ്റാർക്കും അത് മനസ്സിലാവൂല. മതി തൽക്കാലേ ഇപ്പൊ ഞാൻ ഈ കണ്ട സന്തോഷമില്ലേ, അത് അതുപോലെ തന്നെ നിൽക്കട്ടെ. പോകുന്ന കാര്യത്തെ സങ്കടത്തെ പറ്റിയിട്ട് നമുക്ക് പിന്നെ പറയാം. അതിന് ഇനിയും 10-14 ദിവസമില്ലേ. ഇപ്പൊ തൽക്കാലം സന്തോഷത്തോടെ തന്നെ ഇരിക്കും. ഓര് പിന്നെ വിളിച്ച സെൽമുവാ, എന്റെ കുട്ടി അവിടെ ഇറങ്ങാനായാണാവോ? അതെ വരുന്ന അടുത്താള്.
നിങ്ങളെ കുട്ടി അവിടെ പുറത്തിറങ്ങാനാവണേയുള്ളൂ ഉമ്മ. ചിലപ്പോ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോത്തിന് ഇച്ചിരി കൂടി ടൈം എടുക്കും. ഓനെ നേരിൽ കാണും വരെ ഒരു ഇരിക്കപ്പുറത്ത് കിട്ടണില്ല അമ്മാക്ക്. അല്ല എന്തായി നിങ്ങളെ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞാ? ആ പത്തിനും ബീഫൊക്കെ റെഡി ആക്കണമ്മ. നിങ്ങൾക്ക് കുറച്ചെടുത്തട്ടെ. ഇമ്മാക്ക് ഇപ്പൊ വേണ്ട കുട്ടിയെ. ഇനി വൈകുന്നേരേ ഓൻ വന്നിട്ട് എല്ലാവർക്കും കൂടി കുടിച്ചാ. ഇജിനിക്കിപ്പേ ഒരു ഗ്ലാസ് ചായ ഉണ്ടാവും നാളെ. ആ അനക്ക് വേണമെന്നെടുത്ത് തിന്നരുതില്ലയോ? ചൂട് കൊടുക്കണ തിന്നാലോ. ഞാനിപ്പോ ചോറ് എന്നിട്ട് കുറച്ചേരല്ലേ ആയിട്ടുള്ളൂ സൽമത്ത. ഇനിയിപ്പൊ തന്നെ വേണ്ട, ഓല് വരട്ടെ. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോയതിന് ശേഷം പിന്നെ ആദ്യം വിളിച്ചിട്ടില്ലേ ദിലിയോ? എന്താ കുട്ടികളൊക്കെ പാടാണാവോ? കുഴപ്പമൊന്നുമില്ലല്ലോ, അവരെ അവിടെ എത്തിക്കണാ? ആ എത്തിയിട്ടൊക്കെ ഉണ്ടാവും. ഞാൻ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം. സൽമാത്താന്റെ ഫോൺ എന്തേ? എന്റെ മോളിലാണ്. ആ ഇരിക്കണേ എന്റെ ഫോണ്. ഇജ് ആദ്യമൊന്ന് വിളിച്ചു നോക്ക്. വിളിച്ചോക്കട്ടെ. റിങ് ചെയ്യുന്നുണ്ട്. ആ ഹലോ ആദി. ആ ഞാനാണ്. പിന്നെ എന്തായി, കാക്ക ഇറങ്ങിയോ? ആ ഞാനതിപ്പോ ഇവിടെ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇവിടെ രണ്ടാൾക്ക് ഭയങ്കര സമാധാനക്കേട്. അതെ വിളിച്ചു നോക്കിയത്. വേണ്ട വേണ്ട വിളിക്കണ്ട. ആദ്യം ഒരു കാര്യം ചെയ്യും, ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാലേ കാക്ക പുറത്തിറങ്ങൂലേ. അപ്പൊ ആ എൻട്രി ഒന്ന് ക്ലിയർ ആയിട്ട് വീഡിയോ എടുത്തിട്ടേ സൽമാത്താക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് നോക്ക്. സൽമാത്താക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞാലും പിന്നെ എപ്പോഴെങ്കിലും കാണണം തോന്നിയാലും കാണാമല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ മറക്കല്ലേ, വീഡിയോ എടുക്കാൻ മറക്കല്ലേട്ടാ. ശരി. എന്തായി, ഇറങ്ങിക്കണാ? ആ അമ്മ ലഗേജ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അത്രേ. ആദ്യം പുറത്തിറങ്ങിയതിന് ശേഷം വിളിക്കാന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ. എന്തായാലും ഒരു 5 മിനിറ്റ് ആകുമ്പോത്തിന് ആൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങണതിന്റെ വീഡിയോ വാട്സപ്പിലേക്ക് അയച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. സൽമാത്താക്ക് ഇവിടെ ഇരുന്നുങ്ങാണ്ട് കാണാലോ കാക്ക എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങണത്. ഓൾക്ക് അവിടെ പോയിട്ട് നേരിട്ട് തന്നെ ഓൻ ഇറങ്ങുന്നത് കാണാറുന്നല്ല. എത്ര പറഞ്ഞതാ ഞാൻ ഓളോട്, ആദ്യം കുട്ടികളോടൊപ്പം ജൂഡിയും പൊയ്ക്കോ ചെല്ലുമോന്ന്. ഓള് കേക്കാഞ്ഞിട്ടല്ലേ. അത് സാരല്ലമ്മ, ആദ്യം കുട്ടികളും പോയിട്ടില്ലേ. എന്തായാലും കുറച്ചും കൂടി കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ട് വരുമല്ലോ. എടിച്ച് ഫോണിൽ നോക്ക്, ആദ്യം വീഡിയോ വിട്ടിക്കണെങ്കിലോ ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. അയ്യടാ എന്താ ധൃതി. സൽമാത്താന്റെ മുഖത്ത് നോക്കിയമ്മ 14 രാവിന്റെ സന്തോഷമുണ്ട്. മാഷല്ലാ, ആരപ്പീ വരണേ? എന്തായി, എത്തിക്കണ? നല്ല മൊഞ്ചനായിട്ടാണ് വരണത്. കാണിച്ച നോക്കട്ടെ, കാണിച്ച കാണണ? അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോ നേരിട്ട് വരില്ലേ അപ്പൊ കണ്ടോളൂ അല്ല മാം. ഈ ജൈനട്ട് കളിപ്പിക്കാണ്ട് കൊടുത്താളെന്റെ തിരുവോ? ഓന്റെ വരവ് കാണാനേ ഓളോളം പൂതി വേറെ ആർക്കാ ഉണ്ടാവുക? കാട്ടടി തിരുവോ, നോക്കട്ടെ. എന്നാ കണ്ണ് നിറച്ച് കണ്ടോ. സൽമാത്താന്റെ ചിരി നോക്കിമ്മ. അടുത്ത കാലത്തെങ്ങാനും സൽമാത്താൻ എങ്ങനെ ചിരിച്ചിട്ട് കണ്ടിട്ടുണ്ടാ? ഒന്ന് പോടി വേണ്ട ഇവിടുന്ന്. ഇതമ്മ നോക്കി. മാഷാല്ലാ, കുറച്ച് ദിവസത്തിനാണെങ്കിലും എൻ്റെ കുട്ടിക്കൊന്ന് വരാൻ കൂടിയല്ലോ. അൽഹംദുലില്ലാ. ആ ഒരു വീഡിയോനുള്ളതിലോ വേറെ വിട്ടുക്കണോ നോക്ക്. പിന്നെ പിന്നെ വിട്ടുക്കണോ നോക്കുന്ന്. എന്താപ്പത്, എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്തോളാം ആദ്യം കാക്കാന്റെ വ്ളോഗ് എടുത്തുകൊണ്ട് നിൽക്കുക. ഇനിയിപ്പോ നേരിട്ട് വന്നിട്ട് കണ്ടാൽ മതി. ഈ പെണ്ണിന്റെ നാവിന് ഒരു ലൈസൻസും ഇല്ല. ഇതമ്മ ചായ കുടിച്ചോളി.
ഒരിക്കലും കഴിഞ്ഞില്ല കുഞ്ഞോളെ. ആ കഴിഞ്ഞമ്മ. ഒറ്റക്ക് പോവോ അതോ ഞാൻ കൊണ്ടാക്കി കണ്ടു തിരിച്ചു വരണാ? അതൊന്നും വേണ്ടമ്മ, ഞാൻ പോയിക്കോളാം. ഇവിടുന്ന് അതിനാണ്ട് ദൂരമൊന്നും ഇല്ലല്ലോ. ആ മൂസക്കുട്ടിനോട് പതുക്കെ പോവാൻ പറഞ്ഞോണ്ടിട്ടാ. അല്ലെങ്കിൽ വേണ്ട, ഓ വണ്ടിയായിട്ട് വരുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. ആ ഇമ്മാന്റെ ബേജാറ് പറച്ചിൽ തുടങ്ങി. കുഞ്ഞോളെ ഇനിച്ച് അവിടെ എത്തി വിളിക്കും വരെ ഇമ്മാക്ക് ഈ ഒരു പറച്ചിൽ തന്നെ കാരണം. ഒറ്റയ്ക്കല്ലല്ലോ, ഇപ്പൊ വയറ്റിൽ ഒരാളും കൂടി ഉള്ളതല്ലേ. അതാ എനിക്ക് ഓട്ടോയിൽ പറഞ്ഞയക്കാനൊരു പേടി. പിന്നെ ഓള് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഓട്ടോറിക്ഷയിൽ പോയിക്കോളാന്ന്. ഓട്ടോയിൽ പോണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലടി, ഇവിടെ അങ്ങോട്ട് നല്ല റോഡല്ലേ. ഈ ഇമ്മ വെറുതെ ബേജാറ് പറഞ്ഞതാ. ആ ഓട്ടോറിക്ഷ വന്നിക്കണിട്ടാ. ആ എന്നാ ഇറങ്ങാൻ നോക്കിക്കൂടി. ഞാൻ ആ ചെക്കനോടെ പതുക്കെ പോവാൻ പറയട്ടെ. പെരയില് കാര്യങ്ങളൊക്കെ സെറ്റല്ലേ കുഞ്ഞോളെ? അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയാല് വിളിച്ച് പറയോണ്ടിട്ടാ. ഉറപ്പായിട്ടും വിളിച്ചു പറയും. സൽമാത്താന്റെ ആഷിക്കാന്റെ സന്തോഷം കാണാന് കാത്തിരിക്കണവരല്ലേ നിങ്ങളെല്ലാരും. ഞാൻ എന്തായാലും വിളിച്ചറിയിക്കാം. എന്നാ ഇറങ്ങാൻ നോക്ക്, വാ. അൽഹംദുലില്ലാ, വയറ് നിറഞ്ഞ്. അടുത്തൊന്നും ഇങ്ങനെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് പിന്നെ അനക്ക് തിന്നാൻ വേണ്ടിട്ട് തന്നെ അല്ലേ ഓളാ കണ്ടതൊക്കെ വെച്ചുണ്ടാക്കിക്കണത്. ഇജ് തിന്നിട്ട് കാണുമ്പോ തന്നെ ഓൾക്ക് അതൊരു സന്തോഷാവുക. കുറച്ച് ദിവസം ചുമ ആയതുകൊണ്ട് തിന്നാനും കുടിക്കാനൊന്നും ശരിക്ക് പറ്റിയിരുന്നില്ല. ഇപ്പൊ നാട്ടിക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പോ ഇഞ്ചക്ഷൻ എടുത്തുങ്ങാണ്ടേ ഒന്ന് ഇതായത്. ഇഞ്ചക്ഷൻ വെക്കേ? അതെന്തിനെ? എന്തിനാ കുട്ടിയപ്പോ ഇഞ്ചക്ഷൻ എടുത്ത് പറഞ്ഞത്? അനക്ക് എന്തേ പറ്റി? ആ ഇനിയിപ്പൊ അതാലോചിച്ചിട്ട് ബേജാറാണ്ട. അലർജി കൂടിയപ്പോ അത് നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇഞ്ചക്ഷൻ അടിച്ചിരുന്നു, വേറൊന്നുമില്ല. കാക്കാനെ വീഡിയോ കോളിൽ കൂടെ കണ്ടപ്പോഴേ നല്ല ക്ഷീണം തോന്നി. കാണുമ്പോ തന്നെ വല്ലാത്തൊരു ബേജാറായിരുന്നു. പക്ഷെ ഇപ്പോ കുറെ മാറ്റമുള്ള പോലെ ഉണ്ടല്ലേ? ആ അത് പിന്നെ ഇവിടത്തെ പോലെ താടിമുടിയൊക്കെ ഞങ്ങൾക്ക് നടക്കാന് അവിടെ ഇവിടെ നേരം. ഞങ്ങള് പ്രവാസികള് അതൊന്നും അവിടെ നോക്കലൊന്നുമില്ല. ഇതെന്നെ ഇപ്പൊ പോരാൻ നേരത്ത് ഒന്ന് നന്നാക്കിയതാ. എവിടൊക്കെ ആരപ്പോ അതൊക്കെ നോക്കണം. ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുമ്പോ ഒന്ന് ഇതാവുന്നല്ലാതെ. എന്താ കുഞ്ഞോളെ എന്റെ പാട്? അനക്കും കുട്ടിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല കാക്ക. ഇപ്പൊ 2 ദിവസം മുന്നേ സ്കാനിങ് ഉണ്ടായിരുന്നു. അതിലൊന്നും പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല ദിലു ആദ്യമൊക്കെ എവിടെ? കെടുക്കാൻ പോയോ? ആ എന്തിപ്പോ പറയാതെ പോയി? അല്ല സൽമോ, ഞമ്മളിപ്പോ മൂത്താപ്പിയും മൂത്തമ്മയും മാമനും മാമിയും ഒക്കെ ആയല്ലേ സൽമോ? ആ മാമനും മാമിയും മൂത്തമ്മയും മൂത്താപ്പിയൊക്കെ ആവാനേ ഇനി അധികം കാത്തിരിക്കൊന്നും വേണ്ട. ഏകദേശമൊക്കെ ആയി തുടങ്ങി. ആ അതുകൊണ്ടിപ്പോ എല്ലാ മക്കളെയും പേരക്കുട്ടിയോടെയൊക്കെ കാണാനുള്ള ഭാഗ്യ ഈ ഉമ്മാക്കുണ്ടായി. എന്താണ് എല്ലാരും കാര്യമായിട്ട് ചർച്ചയിലാണല്ലോ? ആ ഇജ്ജവിടെ പോയതാ? ഞങ്ങള് വിചാരിച്ച് നിങ്ങൾ രണ്ടാളും ഉറങ്ങാൻ പോയതാന്ന്. ഞാൻ എന്റെ ഫോണൊന്ന് ചാർജ് ആക്കാൻ പോയതാ. ദിലോളം ഉമ്മാക്ക് വിളിക്കുന്നുണ്ട്, ഇപ്പൊ വരും. ആ വേണ്ട, ഞാൻ വെറുതെ വിളിച്ചെന്നുള്ളൂ. കിടന്നോട്ടെ, എല്ലാരും കിടന്നോളിഞ്ഞി. നേരെ ഒരുപാടായില്ലേ, എനിക്കും തന്നെ ഒന്ന് കിടക്കണം. വല്ലാത്തൊരു ക്ഷീണം. അല്ല കുട്ടിയെ, അനക്ക് ഈ 15 ദിവസം തന്നെ നിൽക്കാൻ കൂടുള്ളൂ. ഒരു 1-2 മാസമൊക്കെ നിന്നിട്ട് പോയാ പോരെ? നല്ല കഥ. ഈ 15 ദിവസം തന്നെ കിട്ടുമെന്ന് വിചാരിച്ചതല്ല.
എന്നിട്ടാണ് ഇനിയിപ്പോ 2-3 മാസം അമ്മ. ഇന്നത്തോട് ദിവസം കഴിഞ്ഞ 14 ദിവസം, 15-ാം ദിവസം അവിടെ ഡ്യൂട്ടിക്ക് കയറണം, ഇല്ലെങ്കിൽ പണി പോവും. എന്നാണ് അന്റെ ഈ ഓട്ടപ്പാച്ചിലൊന്ന് തീർന്നു കാണുക. ഈ പാച്ചിന്റെ ഇടയിൽ ഇമ്മാക്ക് വല്ലതുമായി പോയാ അവസാന നേരത്ത് ഇമ്മാടെ കുട്ടീനൊരു നോക്ക് കാണാതായി പോവോ എന്നുള്ള വേവലാതി അപ്പം ഉമ്മാന്റെ ഉള്ളില്. എല്ലാം ശരിയാവും ഉമ്മ. നിങ്ങളൊക്കെ പ്രാർത്ഥന ഇല്ലേ എന്റെ കൂടെ? അല്ലേ സെൽമോ? ആ എന്നാ പിന്നെ എല്ലാരും പോയി കിടന്നോളി. ബാക്കി അവസ്ഥ നമുക്ക് നാളെ പറയാം. നിക്ക് കാക്ക, ഇപ്പൊ പോവാ. ദിലോ, നിന്റെ ഫോൺ വിളി കഴിഞ്ഞാ അത് എടുത്തിട്ട് പോയോ? എന്താ അതിയെ എന്തേറ്റ് വരാനാ ചോളോട് പറഞ്ഞ? ഹേയ്, അതൊന്നുമില്ല. അല്ല, കാക്കയുടെ പാസ്പോർട്ട് അല്ലേ എടുക്കുന്നത്? അടുത്ത് വെച്ചില്ല? അപ്പൊ ചെടുത്ത് വെച്ചിട്ടില്ലേ? മറക്കല്ല. ഇനിയിപ്പോ 14 ദിവസം ഇതിന്റെ കസ്റ്റഡിയിലല്ലേ? അത് കഴിഞ്ഞാ ഇതും കൊണ്ട് നിങ്ങൾ പിന്നെയും പോവും. ഒരു കാര്യം ചെയ്യ സൽമാത്ത, എന്തായാലും ഇപ്പൊ പാസ്പോർട്ട് സൽമാത്താന്റെ കയ്യിലെത്തില്ലേ, ഇനി തിരിച്ചു കൊടുക്കണ്ട. ഇന്നാ പിന്നെ കാക്കാക്ക് നാട്ടിൽ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. എന്താ സൽമാത്ത, പാസ്പോർട്ട് തിരിച്ചു കൊടുക്കാതിരിക്കാനെങ്ങാനും തോന്നുന്നുണ്ടാ? നിക്ക് തോന്നിട്ട് തന്നെ എന്താ പെണ്ണെ കാര്യം? ഓരോ തവണ ഇക്ക് വരുമ്പോഴേ ഇന്നെ കാര്യമായിട്ട് ഏൽപ്പിക്കണ ആകെ ഒരു മുതലിതാ. പോവാൻ നേരത്ത് ഇതങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോഴേ ഇന്റെ മനസ്സിന്റെ ഇടങ്ങറ് ഇന്നോളം വേറെ ഒരാൾക്കും മനസ്സിലാവൂലല്ലോ. മതി, വന്ന ദിവസം തന്നെ പോണ കാര്യം പറഞ്ഞ് ഇഞ്ഞോളെ കണ്ണ് നിറക്കാൻ നിൽക്കണ്ട. മതി വർത്താനം പറഞ്ഞത്. എല്ലാരും പോയി കിടന്നോളി. ബാക്കി വിശേഷമൊക്കെ നാളെ നേരം കൊടുത്തിട്ട് പറയാ. ഇരിക്കുമ്മ. നമ്മളെ കാക്കാന്റെ പോക്കിനെ കുറിച്ച് പറയുമ്പോ കരയണ ഈ സൽമാത്താന്റെ കരച്ചിൽ നിർത്താനുള്ള ഒരു കാര്യമായിട്ടപ്പൊ ഞാൻ വന്നിട്ടുള്ളത്. എന്തത്? ഇതും എന്റെ തിരിച്ചു പോക്കും കൂടി എന്താ ബന്ധം? ആ, അതൊക്കെ ഉണ്ട്. എന്നാ കുഞ്ഞോളെ, ഇത് എന്റെ കൈ കൊണ്ട് തന്നെ സൽമാത്താക്ക് കൊടുക്കും. എന്താ കുട്ടിയോളെ, എന്തായാലേ ഇതിലെന്റെ കാക്കാക്കും സൽമാത്താക്കും ഞങ്ങൾ കൊടുക്കുന്ന ചെറിയൊരു സമ്മാനാണ്. കാക്കാന്റെ എല്ലാ സങ്കടങ്ങളും മാറാനുള്ളൊരു സമ്മാനം. സമ്മാനം? എന്ത് സമ്മാനം? എന്താണ്? എന്താ സൽമാത്ത, ബിസ്മിൻ ചൊല്ലി വാങ്ങിച്ചോളി. ഇതെന്താ കുഞ്ഞോളെ? സൽമാത്ത തുറന്ന് വായിച്ചു നോക്കി. എന്താ സെൽമോ, എന്താണ് അതില്? തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഈ കുടുംബത്തെ ചേർത്തു പിടിച്ചതിന് ഈ കൂടപ്പിറപ്പുകൾ ഇവർക്ക് നൽകിയ സമ്മാനം എന്തായിരിക്കും? ഇതിനു പുറമെ ആദിയും ദിലുവും ചെയ്യാൻ തീരുമാനിച്ച മറ്റൊരു കാര്യം എന്തായിരിക്കും എന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കനവിന്റെ അവസാന ഭാഗത്തിൽ കാണാം. മാസലാമ.